നമ്മൾ ഇന്നലെ കോർമംഗള സ്ട്രീറ്റ് ഫുഡിൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ ആ ഇഡ്ഡലി കോഫി മാത്രമല്ല ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ കോർമംഗള സ്ട്രീറ്റ് ഫുഡിൽ. അപ്പം ഇന്ന് നമ്മൾ കഴിക്കുന്നത് മാംഗോ റൈസും വൈറ്റ് ചിത്രന വൈറ്റ് പലാവും മാംഗോ റൈസുമാണ്. മാംഗോ റൈസ് നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. കർണാടകയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് മാംഗോ റൈസ്. ആ ഒരു മാംഗോൻ്റെ ഫ്ലേവർ ടേസ്റ്റും പിന്നെ ഒരു ലെമൺ റൈസ് പോലെയാണ് ഈ മാംഗോ റൈസ് എന്ന് പറയുന്നത്. இதில் நீங்கள் மேங்கோ எப்படி போடுவாங்க? இது சித்திரனா ஃபுல் தாளிப்பு போட்டு எல்லாம் மிக்ஸ் பண்ணிவிட்டு அப்புறம் லைட்டாக துருவி போடுவாங்க. அப்படியா? துருவி போட்டு ಹಾಕ್ಬಿಡೋದು. ಓಕೆ. ಆಮೇಲೆ ಚಿತ್ರಾನ್ನ ಕರ್ನಾಟಕ ಫೇಮಸ್ ಚಿತ್ರಾನ್ನ ಮ್ಯಾಂಗೋ ರೈಸ್ ಪುಳಿಯೋಗರೆ ವಾಂಗಿಬಾತ್. ಓಕೆ. ಡೈಲಿ ಒಂದು ಚೇಂಜ್ ಮಾಡ್ತೀವಿ ಇಲ್ಲಿ. ಚೇಂಜ್ ಮಾಡ್ತೀವಿ. ಪಲಾವ್ ಒಂದು ಮಶ್ರೂಮ್ ಬಿರಿಯಾನಿ ಪಲಾವ್ ಮತ್ತು ಗೀ ರೈಸ್. ಜೀರಾ ರೈಸ್. ಓ ಮಾರ್ನಿಂಗ್ ಡೈಲಿ ಒಂದು ಚೇಂಜ್ ಆಗುತ್ತೆ. ಓಕೆ ಓಕೆ. പൊങ്കൽ. ഓ സോ ദിസ് ഈസ് വൈറ്റ് പലാവ്. ഓക്കെ. അപ്പോൾ ഇത് വൈറ്റ് പലാവാണ്. വൈറ്റ് പലാവ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അതിൽ നമ്മൾ നോർമൽ പലാവിലെല്ലാം മസാല ഇടും, പക്ഷേ ഈ വൈറ്റ് പലാവിൽ അത്ര മസാല ഒന്നും ഇടില്ല. നല്ല പ്ലെയിൻ ആയിട്ടിരിക്കും, കുറച്ച് ചെറിയ മസാലകളൊക്കെ ഉള്ളൂ. വൈറ്റ് പലാവ് സൂപ്പറാട്ടോ. നമ്മൾ ബാംഗ്ലൂരിലുള്ളൊരു 5 സ്റ്റാർ സംഭവങ്ങളാണ് ഇവിടെ സ്ട്രീറ്റ് ഫുഡിൽ തന്നെ ഇവർ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ 2 തരം വട, ഇഡ്ഡലി, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവരെടുത്തുണ്ട്. ഇഡ്ഡലി ഇവിടെ റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാണ് ഇവർ. പിന്നെ നമ്മളെ കന്നഡക്കാരൊരു സംഭവമാണ് മെയിനായിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ റൈസേ കഴിക്കണം. അത് ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വയററിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചിത്രെണ്ണ അല്ലെങ്കിൽ ഈ പുലാവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ അടിപൊളിയായിട്ട് കഴിക്കും. അപ്പം എന്താ പറയുക, നമ്മളെ നാട്ടുകാർക്ക് ഇത് പറ്റൂല, കാരണം രാവിലെ തന്നെ എണീച്ച് ചോറും കറിയൊക്കെ കഴിക്കാറുണ്ട്. ഇതൊരു റൈസും ചട്നിയാണ്, നല്ല അടിപൊളി സംഭവമാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം ഞാനിവിടെ തിന്ന് അത് ശീലിച്ച് എനിക്ക് ശീലമായ ഒരു സംഭവമാണ് റൈസ് കഴിക്കുന്നത് അടിപൊളിയാണ്. നല്ല ചെറിയ റൈസ് കഴിക്കണം, അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വലിയ റൈസല്ല. ഈ ചെറിയ റൈസ് ആകുമ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന റൈസാണ്. അപ്പം ഇത് ഈ ലെമൺ റൈസ് ആയിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും നമുക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ മാംഗോ റൈസ് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളെ വീട്ടിൽ എന്താ പറയുക, യൂട്യൂബിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കന്നഡ മാംഗോ റൈസ് എന്നുള്ളൊരു ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്ന് ഉച്ചക്കത്തൊക്കെ നിങ്ങൾ ചെറിയ കുട്ടികൾക്കൊക്കെ ലഞ്ചായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ഈ മാംഗോ റൈസും പിന്നെ അതേപോലെ തന്നെ ഈ വൈറ്റ് പുലാവൊക്കെ. വൈറ്റ് പുലാവ് വലിയ എന്താ പറയുക എരിവൊന്നുമില്ല, വളരെ ഈസിയാണ്. നല്ലൊരു ബിരിയാണി റൈസ് പോലെ ഉണ്ട്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ് ഡിന്നറും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ದೋಷ ಪಡ್ಡು ಪಡ್ಡು ಇದೆಯಾ? ಪಡ್ಡು ಜೊತೆ ಏನಿದೆ? ರೆಡ್ ಚಟ್ನಿ, ಗ್ರೀನ್ ಚಟ್ನಿ, ವೈಟ್ ಚಟ್ನಿ, ಸಾಂಬಾರ್. ನೈಟ್ ಇರುತ್ತಾ ಇಲ್ಲ ಇವತ್ತಿರುತ್ತಾ? ഓക്കെ. അപ്പം പഡ്ഡു ഒക്കെ ഇവരിലുണ്ട്, പഡ്ഡു ദോശ ഒക്കെ. അപ്പോൾ ഇവർ ഒന്ന് സ്റ്റാർട്ടായിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ പഡ്ഡുൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്, അതും ചട്നിയും. പിന്നെ ഈ ഒരു ബൗൾಗೆ 20 rupees അಲ್ವಾ? ഫുൾ റൈസ്. ഓക്കെ. ഇതൊരു ഹാഫ് റൈസ് ആണ് നിങ്ങൾ കഴിക്കുന്നത് 20 rupees-ഉം ഫുൾ റൈസ് ആണ് 40 rupees-ഉം. രണ്ടാണെങ്കിൽ വട 10 രൂപയാണ്, 2 വട 10 rupees. ഓക്കെ. അതെ. ഇത് ഡാൽവടാണ്. ഡാൽവടാണ്, അതിനൊരു 10 രൂപ. രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് സുട ഇഡ്ഡലി, അതേപോലെ തന്നെ ലെമൺ റൈസ്, ചിത്രെണ്ണ, വടയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ വെജ് പുലാവൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കോർമംഗള വൈക്കിക്കാണ് പോകുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിക്കോളി. എല്ലാം ഉണ്ട്. അപ്പം നമുക്കൊരു 50 രൂപയിൽ ഒരു അടിപൊളിയായിട്ട് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. ഇനി അതൊന്നും വേണ്ട, നിങ്ങൾ കുറച്ച് ഒരു ഹാഫ് കഴിക്കുന്നവർ, ഫുള്ളെന്ന് പറയുമ്പോൾ ഫുൾ ഉണ്ടാവും കേട്ടോ. ഒരു ഹാഫ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു 20-30 രൂപയിൽ നല്ലൊരു വടയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ കന്നഡ ഫാനാണ്. കാരണം കന്നഡക്കാരെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നിൽ വേറെ ഒന്നുമില്ല, അത് അത്രയും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിൽ വരുന്ന മലയാളികൾക്കും ബാംഗ്ലൂരിലുള്ള മലയാളികൾക്കും ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും കഴിക്കാൻ ഉള്ളൊരു സംഭവം നമ്മൾ കാണിച്ചു തന്നു മാത്രം. താങ്ക് യു.